ഹായ് എമൻ ക്രിയേഷൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു എഗ് മസാല വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് നോക്കുക. എഗ് മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് അതിലേക്ക് ഇടുകയാണ്. എഗ്ഗ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ എഗ് മസാല ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടാക്കിയ എഗ് മസാല കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഓയിൽ എടുത്തിട്ട് അധികം നേരം ആക്കണ്ട, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് എണ്ണ തട്ടുന്ന വരെ ഒന്ന് നോക്കിയിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ഗോൾഡൻ കളർ ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു കടായി വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് അതിൽ ബാലൻസ് ഓയിൽ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാടമം, പിന്നെ അതുപോലെ ഗ്രാമ്പു, പട്ട, കുറച്ച് ജീരകം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി, കൂടാതെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു 2 പീസ് ഓണിയൻസാണ്. നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് കൂടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ട ആവശ്യത്തിനായിട്ടുള്ള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഓണിയൻസൊക്കെ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിനി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. ഇനി ഇവിടെ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെയുള്ള ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മസാലകളുടെയൊക്കെ പച്ചമണമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 പീസ് തക്കാളി അടിച്ചു വച്ചിരിക്കുന്ന ജ്യൂസാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് കുറുകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഇട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ, ഇനി ഏതെങ്കിലും സ്പൈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. നിങ്ങളുടെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് വേണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മസാലകൾ വേറെ എന്തെങ്കിലും ആഡ്, ഗരം മസാല അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അതും കൂടെ ആഡ് ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ. അപ്പം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ എഗ്ഗ് കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം, വളരെ ടേസ്റ്റിയാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ അടുത്തെത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.